തിന്മകൾ ചെയ്തു കൂട്ടിയവരോട് ഇതുവരെ ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത ഒരാളും കേട്ടിട്ടില്ലാത്ത വിധം നിങ്ങളുടെ സ്വകാര്യമായ പാപങ്ങൾ നിങ്ങളും പടച്ചവനുമല്ലാതെ മറ്റൊരാൾ അറിഞ്ഞിട്ടില്ലാത്തത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളും പടച്ചവനും മാത്രം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പാതകങ്ങളെല്ലാം ഒരുപക്ഷെ എൻ്റെ ഉമ്മയോ ഉപ്പയോ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ അറിഞ്ഞാൽ അവരെന്നെ ചവിട്ടി പുറത്താക്കുകയും നാണം കെടുത്തുകയും ചെയ്തേക്കാം. എൻ്റെ സമൂഹം അറിഞ്ഞാൽ അവരെന്നെ പുച്ഛിച്ചു തള്ളിയേക്കാം. അല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ ദാസരെ, ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത തിന്മകളെ ആരാരും അറിയാതെ ഞാൻ മറച്ചു വെച്ചതുപോലെ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഞാൻ മറച്ചു വെച്ചു തരാം. നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം ചോദിക്കണം. فإني سترتها عليك في الدنيا وغفرتها لك اليوم. 99 കണ്ണുകളെത്താത്ത പേജുകളുള്ള ഒരു മനുഷ്യന്റെ തിന്മകളുടെ റെക്കോർഡുകൾ മറിച്ചു വെച്ചുകൊണ്ട് അല്ലാഹു ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുമത്രേ, ഇത് നീ ചെയ്തതല്ലയോ? അയ്യാ റബ്ബ്, അതേ പടച്ചവനെ, ഇത് നീ ചെയ്തതല്ലയോ? അതെ 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 അല്ലാഹ്, ഇത് നീ ചെയ്തില്ലെന്ന് നിനക്ക് പറയാനൊക്കുമോ? ഇല്ല റബ്ബേ, ഇല്ല. ഈ തിന്മ ചെയ്തതിന് എന്തെങ്കിലും ഒരു കാരണം എന്നെ ബോധിപ്പിക്കാനുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്ത ഒരു നന്മ എൻ്റെ മലക്കുകൾ ഇവിടെ എഴുതാതെ പോയിട്ടുണ്ടോ? നീ ചെയ്ത ഒരു നല്ല കാര്യം ഇവിടെ രേഖപ്പെടുത്താതെ എൻ്റെ മലക്കുകൾ മറന്നുപോയിട്ടുണ്ടോ? ഇല്ല റബ്ബേ, ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ലാഹു മനുഷ്യരെ അരികത്തേക്ക് ചേർത്ത് വെക്കുകയും അവരോട് മെല്ലെ പറയുകയും ചെയ്യുമത്രേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊന്നും ആരും അറിയാതെ ഞാൻ നിനക്ക് മറച്ചു വെച്ചു തന്നില്ലയോ? അതുപോലെ ഞാൻ ഇന്ന് നിനക്ക് ആരും അറിയാതെ നിനക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനത്തെ റബ്ബാണ് ഗഫൂറുർ റഹീമായ അല്ലാഹു. അല്ലാഹു വിളിക്കുകയാണ്, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. തിന്മകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം, അല്ലാഹുവിനറിയാം. പാപങ്ങൾ നിങ്ങൾ ആരാരും അറിയാതെ മറച്ചു വെച്ചതാണെന്ന് നിങ്ങൾക്കറിയാം, പടച്ചവനും അറിയാം. ആളുകൾ അറിഞ്ഞതും അറിയാത്തതും നിങ്ങളും പടച്ചവനും മാത്രം അറിയുന്നത്. ഏതെല്ലാം തിന്മകൾ ആരെല്ലാം എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഒന്ന് പറയൂ നബിയേ. എൻ്റെ അടിമകളല്ലേ അവര്, എന്നിലേക്കല്ലാതെ എങ്ങോട്ടാണ് അവർക്ക് ഓടിപ്പോകാനുള്ളത്? മനുഷ്യരങ്ങനെയല്ല. ഒരു മനുഷ്യനെ പേടിയുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ 4 അയലത്ത് നമ്മൾ പോവില്ല. എന്നാൽ അല്ലാഹുവിനെ പേടിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ അരികത്തേക്കല്ലാതെ എങ്ങോട്ടാണ് നമുക്ക് ഓടാനുള്ളത്? അതുകൊണ്ട് നബിയെ പറഞ്ഞു കൊടുക്കണം, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കില്ലേ എന്ന്. ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. എൻ്റെ കാരുണ്യം നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് വരണേ. മൻ അതാനി യംശി അതൈതുഹു ഹർവല. എൻ്റെ അരികത്തേക്ക് ഒരാൾ നടന്നു വരികയാണെങ്കിൽ, നമസ്കാരക്കം തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും അല്ലാഹു അയാളിലേക്ക് ഓടിയെടുക്കുമത്രേ. ഒരു ചാണ് അരികത്തേക്ക് വന്നാൽ ഒരു മുഴം അല്ലാഹു അരികത്തേക്ക് അങ്ങോട്ടെടുക്കുമത്രേ. നമ്മുടെ ഭാഗത്ത് നിന്ന് എനിക്കെൻ്റെ റബ്ബ് വേണം, എൻ്റെ അല്ലാഹു വേണം, എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ എൻ്റെ പരലോകവും എൻ്റെ റസൂലും എൻ്റെ ദുന്യാവും എൻ്റെ ഈമാനും എൻ്റെ ചാരിത്രശുദ്ധിയും എൻ്റെ എല്ലാ നന്മകളും എല്ലാവിധ സൽക്കർമ്മങ്ങളും ഉടഞ്ഞുടഞ്ഞില്ലായ്മ ചെയ്തു പോയിട്ടുണ്ട്. പടച്ചവനെ, എനിക്കൊന്ന് നന്നാവണം എന്ന ഒരു ചിന്ത വരുമ്പോഴേക്കും ആ മനുഷ്യന്റെ അരികത്തേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഓടി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഷദീദുൽ ഇഖാബാണ് പടച്ചവൻ.
എല്ലാ കഴിവുമുള്ള, എല്ലാ തരത്തിലും വേദനയുടെ അങ്ങേയറ്റമുള്ള വേദനിപ്പിക്കാൻ കഴിയുന്ന ശിക്ഷകൾ അള്ളാഹുവിനുണ്ട്. എന്നാൽ അള്ളാഹു അതോടൊപ്പം അർ-റഹ്മാനുർ റഹീം, കാരുണ്യവാനാണ് അള്ളാഹു. കരുണയുടെ അറ്റമില്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയാണ്. അല്ലാഹുമ്മ അർഹംനാ ബിറഹ്മതിക, പടച്ചവന്റെ കരുണ കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പടച്ചവനെ, നമുക്ക് ആ ഒരു മനസ്സ് വരാനൊരവസരം കൂടെ ഈ റമളാനിലൂടെ അല്ലാഹു തന്നിരിക്കുകയാണ്. ഈ റമളാൻ അതിനുള്ള അവസരമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഈ സദസ്സ് നമുക്ക് അങ്ങനെ ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനും ശരീരം കൊണ്ട് ഇബാദത്ത് ആസ്വദിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ഇന്നമത് തൗബതു അലല്ലാഹ്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ലില്ലദീൻ യഅമലൂന അസ്സൂഅ ബിജഹാലഹ്, അറിവില്ലായ്മയോടുകൂടെ തിന്മകൾ ചെയ്യുന്നവർക്കാണ് എന്ന് പറഞ്ഞ ആയത്തിന് മഹാനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ബിജഹാലത്തിൻ എന്നതിന് അൻ ഇൽമിൻ, ബോധ്യത്തോടുകൂടെ തിന്മ ചെയ്തവർക്ക് തന്നെ എന്ന് അതിനെ വ്യാഖ്യാനിച്ചു. അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റിയവർ, അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കൂ എന്നാണ് ആ വാക്കിന്റെ പ്രത്യക്ഷാർത്ഥം. പക്ഷെ അതിന്റെ വ്യാഖ്യാനം അൻ ഇൽമിൻ, ബോധ്യത്തിൽ തെറ്റ് ചെയ്തവർക്കും അല്ലാഹു തൗബ സ്വീകരിക്കുന്നതാണ്. ثم يتوبون من قريب, തെറ്റുകൾ സംഭവിച്ചു പോയാൽ പിന്നെ ഉടനെ തന്നെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവർ അറിവോടുകൂടെ ബോധ്യത്തോടുകൂടെ തിന്മകൾ ചെയ്തവരാണ്. പക്ഷേ ഉടനെ തന്നെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങും. അല്ലാഹുവേ റബ്ബനാ ഗലബത അലൈനാ ശിഖ്വതുനാ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് പങ്കിലമായ ഞങ്ങളുടെ ശരീരം ഞങ്ങളോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചു. റബ്ബേ, ഞങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോയി, എനിക്ക് മാപ്പുതാ. രാത്രി തെറ്റ് ചെയ്തവര് പകലാകും മുമ്പ് തൗബ ചോദിക്കണം, അല്ലാഹുവിനോട് തൗബ ചെയ്തിരിക്കണം. പകലിൽ തെറ്റ് ചെയ്തവർ രാത്രിയാകുമ്പോഴേക്കും തൗബ ചെയ്യണം. ഇല്ലെങ്കിൽ ആ രാത്രി തൗബക്ക് വേണ്ടി അല്ലാഹുവിന് വേണ്ടി തൗബ ചെയ്യാൻ മാറ്റിവെക്കണമത്രേ. മലക്കുകളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അടിമകൾ തിന്മ ചെയ്താൽ 6 മണിക്കൂർ നേരത്തേക്ക് ആ തെറ്റ് നിങ്ങൾ എഴുതി വെക്കരുത്. 6 മണിക്കൂർ. എന്തേ? അതിനിടക്ക് അവൻ തൗബ ചെയ്യാം, എനിക്ക് പറ്റിപ്പോയി റബ്ബേ, ഇനി ഞാൻ ചെയ്യില്ലെന്ന് അല്ലാഹുവിനോട് ഖേദിച്ച് വാക്ക് കൊടുക്കാൻ അവർക്ക് അവസരമുണ്ടെങ്കിൽ ആ തെറ്റ് അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുന്നില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അനക്കം വരുന്നില്ല ഖൽബിൽ നിന്ന്, തെറ്റുപറ്റിയെന്ന്. അപ്പോഴേ ആ തെറ്റ് എഴുതി വെക്കുന്നുള്ളൂ. നന്മകൾ അങ്ങനെയല്ല, ചെയ്താൽ ഉടനെ അപ്പോൾ രേഖപ്പെടുത്തും. തെറ്റുകൾക്ക് 6 മണിക്കൂർ സമയം മലക്കുകൾ ഇങ്ങനെ പേന പിടിച്ച് രേഖപ്പെടുത്താതെ അവർ കാത്തുവെക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ, പടച്ചവന്റെ വലിയ കാരുണ്യമല്ലേ അത്? അല്ലെങ്കിൽ അത് അപ്പം തന്നെ എഴുതാൻ പറഞ്ഞ പോരെ? തൗബ ചെയ്യുമോ പശ്ചാത്തപിക്കുമോ എന്ന് അല്ലാഹു നോക്കുകയാണ്, അല്ലാഹു പരിശോധിക്കുകയാണ്. ليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت
حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. മരിക്കുന്ന സെക്കൻഡ് വരെ കാത്തുവച്ചിരിക്കുകയും മരണം കൺമുമ്പിൽ കാണുമ്പോൾ മാത്രം പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു ആ തൗബ സ്വീകരിക്കുകയില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, നിരീശ്വരവാദത്തിലേക്ക്, നാസ്തികതയിലേക്ക്, പടച്ചവനില്ലെന്ന ചിന്താഗതികളിലേക്ക്, ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലേക്ക് സ്ഥിരമായി അടഞ്ഞിരുന്ന് ഈ ലോകത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ഒരു ചുക്കുമറിയാത്ത പഠിച്ചവരോ അഭ്യസ്ത വിദ്യരെന്നോ സ്വയം വാദിക്കുന്ന ആളുകളുടെ ഗീർവാണങ്ങൾ കേട്ടുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവർ, നിസ്കാരം നിർത്തിവെക്കുന്നവർ, പടച്ചവനെക്കുറിച്ചുള്ള അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവർ, റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ സത്യസന്ധമായ മനോഹരമായ ജീവിതത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവരെയും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമാ. പടച്ചവനില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ, മരണം മുഖാമുഖം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ പശ്ചാത്തപിക്കാതെ കാത്തുവെക്കുന്നവരാണെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കുമെന്നും അല്ലാഹുവിന്റെ വചനം. അല്ലാഹു നമുക്ക് തൗബ വളരെ പെട്ടെന്ന് തൗബ ചെയ്ത് റബ്ബിലേക്ക് സംശുദ്ധരായി മടങ്ങാൻ, ആഖിബത്ത് നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അടുത്തൊരു യാത്രയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ഈ പരിശുദ്ധ രാവിനെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിൽ, നമ്മുടെ വിദ്യാർത്ഥിനികളിൽ, നമ്മുടെ യുവജനങ്ങളിൽ, യുവാക്കളിൽ, യുവതികളിൽ അല്ലാഹു തആല ഈമാനിന്റെ പ്രഭയും ഈമാനിന്റെ നൂറും അവരുടെ മുഖത്തും അവരുടെ കർമ്മങ്ങളിലും അല്ലാഹു കാണിച്ചു തരട്ടെ. നല്ല ഹിജാബ് ഇട്ട മക്കളാണ്, പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ അവരിങ്ങനെ അരങ്ങ് തകർക്കുന്നത് ഡാൻസ് ചെയ്തിട്ടും സെൽഫി എടുത്തിട്ടും പാട്ടുപാടുന്ന സദസ്സുകളിലൊക്കെ സ്റ്റേജിൽ കയറി സിംഗേഴ്സിന്റെ കൂടെ ഒക്കെ സെൽഫി എടുത്തിട്ടും നല്ല തട്ടൊക്കെ മറിച്ചിട്ടുണ്ട്. അത് ഭയങ്കര അത്ഭുതം. പക്ഷെ ആ കുട്ടികൾക്ക് എന്താണ് ദീനെന്ന് അറിഞ്ഞിട്ടില്ല. തട്ടങ്ങ ചുറ്റിക്കെട്ടിയ പിന്നെ എന്തും പറ്റുമെന്നാണ് വിചാരിച്ചത്. അങ്ങനത്തെ വല്ലാത്തൊരു വിവരക്കേട് എന്നാണോ ഇതിനെ വിളിക്കേണ്ടത്, വിവരം കൂടിപ്പോയതാണോ അറിയുന്നില്ല. നാളെ രാത്രി ഈ സമയം എനിക്ക് സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നാളെ ഈ രാത്രി 9 മണിക്ക് എനിക്ക് അവിടെ ഒരു ക്ലാസ് ഉണ്ട്. നമ്മുടെ നാട്ടുകാരായ കുട്ടികളൊക്കെ ഒന്ന് കാണാനാണ് പോകുന്നത്. നാട് വിട്ടു പോകുമ്പോഴേ മക്കളെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയാണ്, അതിലേറെ വലിയ ബേജാറുമാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥിനി അതുപോലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 കൊല്ലം പൂർത്തിയായി. പക്ഷെ അതിനിടക്ക് ഒരപകടത്തിൽ ചെന്ന് പോയി പെട്ടു. അവൾക്ക് വല്ലാത്ത സങ്കടമായി. അവനൊറ്റ കല്യാണം കഴിക്കാൻ തയ്യാറുമല്ല. അവരുടെ ശരീരത്തിന്റെ വിശുദ്ധിയാണെങ്കിലോ നഷ്ടപ്പെടുകയും ചെയ്തു. മാനസികമായി വലിയ സംഘർഷത്തിൽ. ഇനി ഞാൻ മലിനമായി പോയല്ലോ, ഇനി ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എൻ്റെ ഭർത്താവായി ആവാനിരിക്കുന്ന ആ മനുഷ്യനോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയല്ലേ എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് പൊട്ടിക്കരയാൻ ഈമാനുകൊണ്ട്, ഈമാനിന്റെ ശകലം ബാക്കിയുള്ളതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് സാധിച്ചു. അങ്ങനെ കരയാത്ത എത്ര മക്കളുണ്ട് കൂളായിട്ട് അത് കഴിഞ്ഞു അതിനെന്താ എന്ന് ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കണം. വല്ലാത്തൊരു ലോകമാണ്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു ഈമാനിന്റെയോ തഖ്വയുടെയോ പടച്ചവനെക്കുറിച്ചോ ഉള്ള ചിന്താശകലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു രക്ഷയായിരിക്കും. നമ്മുടെ പെൺകുട്ടികളാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഫിസിക്കൽ അറ്റാക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സോഷ്യൽ അറ്റാക്ക്,
കൾച്ചറൽ അറ്റാക്ക്, ഇമോഷണൽ അറ്റാക്കുകൾ നമ്മുടെ മക്കൾക്കെതിരെയാ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയോ പെൺകുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുക. കാരണം അവര് വഴിതെറ്റി കിട്ടിയാൽ അവരിലൂടെ വഴിതെറ്റുന്നത് ഒരു കുടുംബം ഒന്നാകെയാണ്. അവർക്ക് ജനിക്കുന്ന മക്കള്, അവരുടെ ഭർത്താവ്, അവരുടെ വീട്ടുകാര്, അവരുടെ പരിസരങ്ങൾ, അവരുടെ സൗഹൃദം, ഇത് മുഴുവൻ വഴിതെറ്റിപ്പിക്കാൻ ഒരു പെണ്ണിന് കഴിയും. ആണിനങ്ങനെ കഴിഞ്ഞോണമെന്നില്ല. ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പാക്റ്റ് വലുതാണ്. പോസിറ്റീവ് ആണെങ്കിലും അങ്ങനെയാണ്. നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്ന, നല്ല പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സും അല്ലാതെ സയന്റിസ്റ്റുകളും ഒക്കെയായി സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുന്ന എത്രയോ പെൺകുട്ടികൾ, എത്രയോ സഹോദരിമാർ, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും നമ്മൾ കാണാതിരിക്കുകയല്ല. പക്ഷേ ആ വലിയ നന്മകളൊക്കെ ചില ആളുകളുടെ വിവരമില്ലായ്മയുടെ ചില ഇടപെടലുകളെ കൊണ്ട് അപ്രഭമാവുകയാണ്. നമ്മൾ അതിലാണ് വേദനിക്കുന്നത്. വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് ഒരു കാര്യം പറയാണ്. യസുറു മുഖ്ലതഹു മാ ضر മുഹ്ജതഹു ലാ മർഹബൻ ബിസുറൂരിൻ ബഅദഹു നദമു. കണ്ണുകളാണ് ഒരു മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണുകളിലൂടെയാണ് ഇൻഫോർമേഷൻ, സെൻസുകൾ, ഇമോഷനുകൾ നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത്. കണ്ണിലൂടെയാണ് സന്തോഷവും സങ്കടവും വരുന്നത്. കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ് അറിവും അറിവില്ലായ്മയും നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യൻ കാണുന്നതാണ് ഒരു മനുഷ്യന്റെ വിചാരങ്ങളായി, പിന്നീട് കർമ്മങ്ങളായി, വ്യക്തിത്വമായി മാറുന്നത്. നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷയം, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയാണെങ്കിൽ അതാണ് ജീവിതത്തിന്റെ നന്മ. അത് തിന്മയാണെങ്കിൽ ജീവിതത്തിന്റെ വലിയൊരു പ്രതിസന്ധിയും അതുതന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഒരുങ്ങണം. കണ്ണുകളെ നിയന്ത്രിക്കാതെ, കണ്ണുകൾക്ക് നിയന്ത്രണം കൊടുക്കാതെ പുരുഷന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, അന്യൊരു പുരുഷൻ അന്യൊരു പെണ്ണിനെ കാണുന്നത്, ഇടപഴകുന്നത് വിശുദ്ധ ഇസ്ലാം കർശനമായി നിയന്ത്രിച്ചിട്ടുള്ളതാണ്. ഇനിയൊരു തലമുറയോട് വാള് പറഞ്ഞാൽ അങ്ങനൊക്കെ ഉണ്ടോന്ന് ചോദിക്കും. എന്തേ, കല്യാണപ്പുരയിൽ ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഭക്ഷണമൊന്നുമില്ല, അങ്ങോട്ട് പോയി ഇരിക്കലെന്നെ. വരുന്നോരിക്കും, ഇപ്പുറത്തൊരു വെമ്പറന്നോൾ ഇരിക്കണ്ട, അപ്പുറത്തൊരു ആമ്പറന്നോ ഇരിക്കണ്ട, അതിൻ്റെ അപ്പുറത്ത് വേറെ കുട്ടി ഒന്നുണ്ട്, അപ്പുറത്ത് വേറെ ചെറുപ്പക്കാരി പെണ്ണിരിക്കുന്നുണ്ടാവും. ആണും പെണ്ണും കൂടി കലർന്ന് ഒരു ലജ്ജയില്ലായ്മ നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. സത്യം പറയാലോ, ഇത്ര പെട്ടെന്ന് കല്യാണങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ, പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ കള്ളാടുണ്ട്, അങ്ങനെ എടുത്തു പോയിക്കണോ? ഉണ്ട്, ബാക്കിയുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളോടല്ല, ഞാൻ ഒന്നും പറയുന്നില്ല, വിട്ടു. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. അതൊക്കെ കൂടിക്കലർന്ന് പോട്ടെ. ഭക്ഷണം ചൂടാറൂലെന്ന്, ചൂടുള്ളത് ഇങ്ങനെ ആണും പെണ്ണ്, എന്താ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ വെച്ചതല്ലേ, അങ്ങോട്ട് കഴിച്ചു വേഗം പൊയ്ക്കോട്ടെ. ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആവാത്ത രീതിയിലൊക്കെ അത് ചെയ്യാം. അങ്ങനെയൊക്കെ എന്തിന്, അതൊക്കെ പഴമല്ലേ എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു കാലം. കണ്ണുകളെ കൊണ്ട് നോക്കാൻ പാടില്ലാത്തത് ആണും പെണ്ണും നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ അങ്ങ് ചോർന്നു പോകും. അത് ചെറുപ്പക്കാരെ, കുട്ടികൾ മനസ്സിലാക്കണം. 15-16 വയസ്സ് മുതൽ നിങ്ങൾ സ്കൂളിലാണെങ്കിലും, 16 വയസ്സിനൊക്കെ പ്രായപൂർത്തിയായി, നിങ്ങൾ കോളേജിലാണെങ്കിലും കൂടെ ഗേൾസും ബോയ്സും ഇരിക്കുന്ന ക്ലാസ് റൂം ആയിരിക്കും. അങ്ങനെയായിരിക്കും ഒരു കോളേജിന്റെ സിസ്റ്റം. നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തിൽ അതൊക്കെ അനുവദിക്കപ്പെടുന്നതാണ് എന്ന് വിചാരിച്ച് എൻ്റെ ശറഅ് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ 10th കഴിഞ്ഞ കുട്ടികൾ നിർബന്ധമായും, അതിൻ്റെ മുമ്പുള്ളവരും 9ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ നഴ്സറി മുതൽ തന്നെ പറയേണ്ടി വരും. പ്രായപൂർത്തിയാകുന്നതോടുകൂടെ വിചാരവും ചിന്തയും മനുഷ്യനിൽ വരുന്നതോടുകൂടെ ആ കുട്ടിയുടെ ജീവിതത്തിൽ നിയന്ത്രണം വേണം. അന്യ പെണ്ണിനോട്, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നിടത്ത്
കടുത്ത നിയന്ത്രണം ശർഅ് വെച്ചിരിക്കുകയാണ്. അത് കൂടെ പഠിച്ചു, ക്ലാസ്മേറ്റ്, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടൊന്നും ഇപ്പോൾ ഹലാലാവില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ 990 10ാം ബാച്ച് സംഗമം, 2000 +2 ബാച്ച് സംഗമം എന്നൊക്കെ പറയുമ്പോഴേ നാട്ടിലെല്ലായിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിലൊക്കെ വലിയ ഡേഞ്ചറുകളുണ്ട് എന്ന് അനുഭവത്തിലൂടെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രേമൊക്കെ മറന്ന് മായ്ച്ച് തേഞ്ഞു മാഞ്ഞ് ഇല്ലാതെ പോയതാ. പിന്നെയാണ് ഇതൊക്കെ രണ്ടാമത് കണ്ടുമുട്ടുന്നത്. അപ്പൊ ഇബ്ലീസ് അവിടെ ശരിക്കും ഒന്ന് വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് ഫിത്തനകൾ ഉണ്ടാകും, മനസ്സുകളിലേക്ക് വേണ്ടാത്ത ചിന്തകൾ വരും. അത് പിന്നെ പാതകത്തിലേക്ക് മാറും. അത് പിന്നെ അപകടത്തിൽ ചെന്ന് ചാടും. പിന്നെ ദുഃഖിക്കും. പിന്നെ കുടുംബം തെറ്റിപ്പോകും. തൻ്റെ കുടുംബജീവിതം തകർന്നു പോകും. അങ്ങനെ എത്രയൊക്കെ സംഭവങ്ങൾ മഹാന്മാർ അതിൽ ഉണർത്തിക്കൊണ്ടാണ് ഈ 2 വരി പാടിയത്. കണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. കണ്ണിന് സന്തോഷം നൽകുന്നതാണ്. ഒരു അന്യൊരു പുരുഷൻ ഒരു അന്യ സ്ത്രീയെ, ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനെ, അതിന് ഇൻസ്റ്റഗ്രാമിലാവട്ടെ, നിങ്ങളുടെ ഫേസ്ബുക്കിലാവട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഇനി ബുക്ക് വരാണ്ടോന്ന് അറിയില്ല, ഏത് പ്ലാറ്റ്ഫോമിലാവട്ടെ, അതിലൂടെ നമുക്കൊരു നോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നോട്ടം നിങ്ങളുടെ ശരീരത്തെ ആസ്വദിപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് പിടക്കുന്നുണ്ട് അവിടെ. എന്തേ? ഒരു നിക്കാഹിലൂടെ എനിക്ക് ഹലാലാവാത്ത ഒരാൾ, എങ്ങനെയാണ് ഞാൻ അവരുമായി സൗഹൃദമുണ്ടാക്കുക? വെറുതെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയും ചില ആൺകുട്ടികളും പെൺകുട്ടികളും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും എന്താ ഉസ്താദന്മാർക്ക് എന്താ അത്ര പ്രശ്നം? പ്രശ്നമില്ല മോനെ. അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ വിഷയം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഞാനൊരു മിയർ ഫ്രണ്ടാണ്. അങ്ങനെ ഒരു പെണ്ണിൽ ഒരല്പമെങ്കിലും സൗന്ദര്യം എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, വെറും ഒരു ഫ്രണ്ട് എന്നവൻ പറഞ്ഞു നടക്കുകയാണെങ്കിൽ, ഒന്നുകിലും അവൻ ആണാവില്ല, അല്ലെങ്കിൽ അവനിൽ ആണത്വമുണ്ടാവില്ല, അല്ലെങ്കിൽ അവനൊരു ദിവ്യനായിരിക്കണം. മനുഷ്യനാണോ? എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിന്നോടൊരു കാര്യം എനിക്ക് തുറന്ന് പറയാനുണ്ടായിരുന്നു എന്നൊരു മെസ്സേജ് അവൻ ആ പെണ്ണിന് കൈമാറിയിരിക്കും. അതാണ് തിന്മയിലേക്കുള്ള വാതിൽ. ഒരു കാര്യം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ എന്ന് കുറച്ചു കാലം കഴിഞ്ഞാലെങ്കിലും ഇവൻ അവളോട് പറയും. അവളിൽ ഒരൽപ്പം സൗന്ദര്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അവനാണെങ്കിൽ. എന്തേ? മാ ഖല റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ. ഒരാണൊരു പെണ്ണിനെ കണ്ടുമുട്ടുമ്പോ ആ 2 പേരിന്റെ കൂടെ മൂന്നാമനായി പിശാചുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ വെർജിനിറ്റി നഷ്ടപ്പെട്ടു, എൻ്റെ ചൈസ്റ്റിറ്റി നഷ്ടപ്പെട്ടു, എൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു. ഇനി തൗബ ചെയ്ത് മടങ്ങലല്ലാതെ വഴിയില്ല. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആണിനും പെണ്ണിനും തൗബയുടെ ഒരു വാതായനമല്ലാതെ മറ്റു വഴിയില്ല. പക്ഷേ ആ സുഖം ആസ്വദിച്ചത്, കണ്ടത്, അവരുമായി സൗഹൃദം പങ്കിട്ടത്, ഒരുമിച്ച് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ യാത്ര പോയി അങ്ങനെ പരിചയപ്പെട്ടു തുടങ്ങിയത്, ഫോണിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു തുടങ്ങിയത്, ഈ സംഭവങ്ങളൊക്കെ ലാ മർഹബൻ ബിസുറൂരിൻ ബഅദഹു നദമു, ഇതിൻ്റെയൊക്കെ ശേഷം ഒരു സങ്കടമാണ് പിറകെ വരുന്നതെങ്കിൽ ഈ സങ്കടത്തിന്, ഈ സന്തോഷത്തിന് എന്ത് വില കൊടുക്കണം? എന്തിന് വേണം ഇത്? ഈ സങ്കടം, ഈ സന്തോഷത്തിന്റെ പിന്നെ ഇപ്പൊ സന്തോഷമാണ്. ആ സന്തോഷം ശരീരത്തിന്റെ സന്തോഷം മാത്രമാണ്. യസുറു മുഖലതഹു മാ ദറ മുഹ്ജതഹു. മനുഷ്യന്റെ റൂഹിന്, ആത്മാവിന് അത് വേദനിപ്പിക്കുന്ന നോട്ടമാണത്, വേദനിപ്പിക്കുന്ന സൗഹൃദമാണത്. ലാ മർഹബൻ ബിസുറൂരിൻ ജാഅ ബിന്നദമി ബഅദഹു നദമു. സങ്കടം വരുത്തി തീർക്കുന്ന ഒരു സന്തോഷം എന്തിനു വേണം? അതിനാണ് അല്ലാഹു നിക്കാഹ് വെച്ചത്. അതിനാണ് കുടുംബ ബന്ധങ്ങളെ ഇസ്ലാം ലെജിറ്റിമേറ്റ് ചെയ്തത്.
നിയമപരമായി ഒരാണിനൊരു പെണ്ണിനെ സമീപിക്കാനുള്ള അള്ളാഹു വെച്ച വാതിൽ നിക്കാഹിന്റെ വാതിലാണ്. ആ വാതിലിലൂടെയാണ് ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. സ്നേഹം, പ്രേമം, അനുരാഗം, അഫെക്ഷൻ, അഫെയർ, സോഫ്റ്റ് കോർണർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സംഗതി ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളതാണ്, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് കൊടുക്കാനുള്ളതാണ്. ഇത് മുഴുവൻ നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തു കഴിഞ്ഞ് തീർന്ന് പിന്നെ ഒരു കല്യാണത്തിന് വരുമ്പോൾ ആ ജീവിതം ഡ്രൈ ആയിരിക്കും. കാരണം ഒരുപാട് ടോണ്ടിങ് മെമ്മറീസ്, സങ്കടപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകൾ. തന്നെ ഇപ്പം മാത്രം കണ്ട് പരിചയപ്പെട്ട ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ കാമുകന്മാരുടെ കാമുകിമാരുടെ കൂടെ കഴിഞ്ഞ ആ ഒരു വേദനിപ്പിക്കുന്ന ചിന്തകള് നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാൻ, ജീവിതം ഒരു സങ്കടത്തിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം ഇതൊന്നും പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല, കേട്ടിട്ടും കാര്യം ഉണ്ടാവില്ല. അങ്ങോട്ട് എത്തിക്കരുത് എന്ന് പറയാം. നിങ്ങൾക്ക് പ്രേമിക്കണോ? നിങ്ങൾക്ക് വിവാഹത്തിന് സമയമാകുന്നവരെ കാത്തിരിക്കണം. വിവാഹം ചെയ്യാനൊന്നും ആയിട്ടില്ല, പഠിക്കാൻ എങ്കിൽ വൈകാരികമായ മനുഷ്യന്റെ സെക്ഷൽ അപ്പറ്റൈറ്റ്സ് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശപ്പുള്ള നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണം മക്കളെ. ആ നോമ്പ് കൊണ്ട് നിങ്ങളുടെ വികാരത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിയുന്ന ഒരു പെണ്ണിന് when you are able to give her food and shelter and protection, you may marry her. അതുവരെ നീ കാത്തിരിക്കണം. ഭക്ഷണവും സംരക്ഷണവും സുരക്ഷയും ഒരു പെണ്ണിനെ നിനക്ക് ഉറപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന സമയമാകുന്നതുവരെ നിന്റെ വികാര നിയന്ത്രണത്തിന് ഹറാമിന്റെ വഴികളിലേക്ക് നിങ്ങൾ പോകരുതേ. പുണ്യ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുവരെ നിങ്ങൾ ക്ഷമിക്കണം. അതാണും പെണ്ണും അങ്ങനെയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളോട് ഖുർആൻ ഒരു വിശുദ്ധ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, സമയമായാൽ ഉടനെ ചെയ്യണം എന്ന് പറഞ്ഞത് 3 എണ്ണമാണ്. നമ്മളത് കേട്ട് പരിചയിച്ചിട്ടുള്ള ഹദീസാണ്. വാങ്ക് കൊടുത്ത നിസ്കാരത്തിന് സമയമായാൽ ഉടനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം. 2, ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ ഗൾഫിൽ നാളെ വരട്ടെ, ഖത്തറിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഫ്ലൈറ്റ് നാളെ രാവിലെ, ഒന്നും കാത്തിരിക്കേണ്ട. ഒരാൾ മയ്യത്ത് മരണപ്പെട്ടാൽ ആ ബോഡി ചൂടാറും മുമ്പ് ആ മയ്യത്തിനെ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണം. മക്കൾ വരുന്നുണ്ട്, ഖബറിൽ പോയി നിസ്കരിച്ചോട്ടെ. മയ്യത്തിനെ കാത്തുവെക്കരുത്. 3ാമത് പറഞ്ഞത്, ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ, അവൾക്കൊരു കാമുകനൊക്കെ വേണം, ഒരാണൊക്കെ വേണം എന്നിത്യാദി തമാശകളൊക്കെ അവൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തകളിലേക്ക് അവളുടെ ബോഡി ലാംഗ്വേജ് മാറിയിട്ടുണ്ടെങ്കിൽ ഉടനെ അവൾക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. പിന്നെ പഠിച്ചോട്ടെ, വിവാഹം കഴിച്ചെന്ന് വിചാരിച്ച് പഠിക്കാണ്ടിരിക്കണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മെഡിസിൻ പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസ്, ഇസ്ലാമിക് ഫിലോസഫി ആൻഡ് തിയോളജി മഹദി പഠിച്ചത് വിവാഹിതയായതിനു ശേഷമാണ്. ആയിഷ ബീവി ഖുർആൻ ഹിഫ്ള് ചെയ്തത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. ബീവി റളിയല്ലാഹു അൻഹ ഇൽമുൽ അൻസാബ് പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. ഷിഅറും ഇൽമുൽ അദബും പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. എത്ര ശാസ്ത്രശാഖകൾ മഹദി പഠിച്ചു റളിയല്ലാഹു അൻഹ, ഒക്കെ നബി തങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അപ്പൊ കല്യാണം ഒരിക്കലും വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല, അതൊരു പ്രൊട്ടക്ഷനാണ്. അതല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്ന പലരുടെയും കൂടെ ഇറങ്ങിപ്പോകാവുന്ന ഒരു ടെൻഡൻസി അവരുടെ ചിന്തകളിൽ പിശാച് കൊണ്ടുവരും. അത് പിശാചിന്റെ വലിയൊരു ചതിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഖത്തറിലാണ്. ഞാൻ അദ്ദേഹം ഒരുമിച്ച് വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, എനിക്ക് അങ്ങനെ കരയാൻ പറ്റുന്നില്ലല്ലോ, എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്, എനിക്ക് നന്നാവണം. മുമ്പ് ഞാൻ ശരിക്കും നിസ്കരിച്ചിരുന്ന ആളാണ്, അതൊക്കെ ഇച്ചിരി ഒരു ബാക്കിലായിട്ടുണ്ട്. എൻ്റെ ഈമാൻ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ഈമാനിലേക്ക് തിരിച്ചു വരണം, എൻ്റെ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരണം. ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഉണ്ട്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു.
ആ കരച്ചിൽ അള്ളാഹു നൽകുന്ന ഒരു നല്ല അനുഗ്രഹമാണ്. കരയാൻ കഴിയാന്ന് പറഞ്ഞാൽ എനിക്ക് നന്നാവണമെന്ന തോന്നൽ വരുന്നത് വലിയ അനുഗ്രഹമാണ്. പലർക്കും അത് തോന്നില്ല. അത് സാരല്ല, പോട്ടെ, നാട്ടിലെല്ലാവരും അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെ. നാളെ അള്ളാഹു നിന്നെ ഒറ്റക്കാണ് ചോദ്യം ചെയ്യുന്നത്, നാട്ടുകാരെ മുമ്പിലിട്ടിട്ടില്ല. നാട്ടുകാരെ എല്ലാം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്നാ പോയിക്കോ, അത് പറയോ പടച്ചവൻ. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങൾ ഒറ്റക്കാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന് അള്ളാഹു പറയുന്നു. പടച്ചവൻ നമ്മോട് റഹ്മത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മളെപ്പറ്റി നമുക്ക് തിന്നാനും ഉടുക്കാനും ഭക്ഷിക്കാനും ആഹരിക്കാനും മോഡലുകളും ബ്രാൻഡുകളും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഇഷ്ടപ്പെട്ട കോണ്ടിനെന്റൽ ഫുഡുകളും നമ്മുടെ ഓണം കേറാ മൂലകളിൽ വരെ നമ്മുടെ നാടുകളിൽ റെസ്റ്റോറൻറ്റുകളും നമ്മുടെ കല്യാണങ്ങളും സദ്യകളും വിഭവ സമൃദ്ധമായ നിഅ്മത്തിന്റെ മഹാപെരുമഴയാണ്. നമ്മുടെ ഈമാനോ അതിനനുസരിച്ച് ശുക്രോ വല്ലതുണ്ടോ, അത് താഴെയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഗൗരവമായ അള്ളാഹുവിന്റെ ഇടപെടൽ വരും. അതുകൊണ്ട് കണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീഡിയോകൾ കാണുന്നത്, മലിനമായത് കാണരുത്. ന്യൂഡിറ്റി, മനുഷ്യന്റെ നഗ്നത കാണിക്കുന്നത് ഒരു മനുഷ്യൻ കാണരുത്, കാണാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ വല്ല പരസ്യവും വരുമ്പോഴേക്കും അതിനെ സ്വൈപ്പ് ചെയ്ത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് സ്വൈപ്പ് ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.